യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരः സ്വധാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, നാം ശ്രീമദ് ഭാഗവതം ഇവിടെ ആരംഭിക്കുകയാണ്. ഭാഗവതം എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്. ഓംകാരം അഥവാ പ്രണവം അഥവാ നാദബ്രഹ്മ, ആ ഉ മ എന്ന 3 അക്ഷരങ്ങളിൽ നിന്നുള്ള നാദധാരയാണ് നാൻമുഖൻ്റെ 4 മുഖത്തു നിന്നും വേദങ്ങളായി പ്രവഹിച്ചത്. കാലപ്പഴക്കം കൊണ്ട് ആ വേദങ്ങൾ ഛിന്നഭിന്നമായി ചിതറിക്കിടന്നു. ദേവസ്വരൂപനായ വ്യാസമഹർഷി അവയെ പുനരുജ്ജീവിപ്പിച്ച് 4 ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഈ വേദങ്ങളിൽ പ്രധാനമായി കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം, ഉപാസനാകാണ്ഡം എന്നിവയാണ് ഉള്ളത്. അതായത് കർമ്മങ്ങൾ ചെയ്ത്, കർമ്മങ്ങൾ ഈശ്വരാർപ്പിതമായി ചെയ്ത് ചിത്തശുദ്ധി വരുത്തി ആ ഭക്തി നേടി ആ ജ്ഞാനം സമ്പാദിച്ച് പരമാത്മ പദവിയിലേക്ക് എത്തുക എന്നുള്ളതാണ് വേദങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഭാഗവതവും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വ്യാസഭഗവാൻ ഭഗവാനാണ് എന്നുള്ളതിൻ്റെ പ്രമാണം വിഷ്ണു സഹസ്രനാമം തന്നെയാണ്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്ന വിഷ്ണു സഹസ്രനാമം. കൃഷ്ണദ്വൈപായൻ എന്നും ബാദരായണൻ എന്നും പ്രസിദ്ധനായ ആ പരാശര പുത്രനാണ് വേദങ്ങളെ സമന്വയിപ്പിച്ചത്. ആ വേദങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമാണ് എന്നറിഞ്ഞ് അദ്ദേഹം അതിലെ തത്വങ്ങളെ ചെറു കഥകളിൽ കൂടെ വിസ്തരിച്ച് 18 പുരാണങ്ങൾ എഴുതി. അതിൽ 18ാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പുരാണമാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതം എന്ന് പറഞ്ഞാൽ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും ഒരു വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കിടക്കാം. ഭ ഭക്തി, ഗ ജ്ഞാനം, വ വിരാഗം, ത തത്വം, അം മുക്തി. ഭക്തി ജ്ഞാന വിരാഗങ്ങളിലൂടെ മുക്തിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ശ്രീമദ് ഭാഗവതം നമ്മളെ അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി ഭാഗവതത്തിൻ്റെ മഹത്വം എന്തൊക്കെയെന്ന് നോക്കാം. 17 പുരാണങ്ങൾ എഴുതിയിട്ടും ശാന്തി ലഭിക്കാത്ത വേദവ്യാസ മഹർഷിക്ക് പരമമായ ശാന്തിയെ കൊടുത്ത മഹാപുരാണമാണ് ഭാഗവതം. അനേകം പരമഹംസന്മാരുടെ മുക്തിപ്രയാണമാണ് ശ്രീമദ് ഭാഗവതത്തിൽ കാണുന്നത്. തക്ഷക വിഷജ്വാലയിൽ ആകുന്ന ആ മൃത്യുവിൽ നിന്ന് പരീക്ഷിത് രാജാവിനെ രക്ഷിച്ചതുപോലെ എത്രയെത്രയോ ജനങ്ങളെ മൃത്യുവിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിച്ച മഹാഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. കാലവ്യാളമുഖഗ്രാസ
ത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. 12 സ്കന്ധങ്ങളാകുന്ന ശാഖകളും 335 അധ്യായങ്ങളാകുന്ന ചെറുചില്ലകളും 18,000 ഗ്രന്ഥങ്ങളാകുന്ന തളിരിലകളും നിറഞ്ഞു നിൽക്കുന്ന മോക്ഷശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീകൃഷ്ണ ഭഗവാൻ 125 വർഷം നടനമാടിയ നവരസപൂർണമായ ലീലാവിലാസങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ ആദ്യവസാനം ഉള്ളത്. ഭഗവാൻ ഉദ്ധവനിലൂടെ കലികാല മനുഷ്യന് നൽകുന്ന ജ്ഞാനഭണ്ഡാകാരമാണ് ഭാഗവതം. ഭഗവത് സൗന്ദര്യത്തിൻ്റെ ചാരുതയും സ്തുതിഗീതങ്ങളുടെ മാധുര്യവും തത്വബോധത്തിൻ്റെ ഗാംഭീര്യവും ഒത്തിണങ്ങിയ ത്രിവേണി സംഗമം തന്നെയാണ് ശ്രീമദ് ഭാഗവതം. 5 വയസ്സുള്ള പ്രഹ്ലാദ ബാലനിലൂടെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം എന്ന ആ നവധ ഭക്തിയാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ ലഭിക്കുന്ന മുഖ്യമായ ഒരു ഉപദേശം. ഭാരതത്തിലെ കൃഷ്ണഭക്ത കവികൾക്കും ലേഖകന്മാർക്കും ഉപജീവ്യമായ അധിഷ്ഠാന ഗ്രന്ഥമാണ് ഭാഗവതം. നാരദ ഭക്തി സൂത്രത്തിലെ സാ പരമപ്രേമസ്വരൂപ സാ മുക്തിസ്വരൂപ ച എന്ന ആ സൂത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈ ഗ്രന്ഥം. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തരം, ഈശാനുകഥ, മുക്തി, ആശ്രയം എന്ന മഹാപുരാണത്തിൻ്റെ ദശലക്ഷണങ്ങളും ഒത്തുചേർന്ന ഗ്രന്ഥമാണ് ഭാഗവത ഗ്രന്ഥം. ഭക്തിവരേണ്യനായ ശ്രീശുക ബ്രഹ്മർഷി സ്വമേധയ തിരഞ്ഞെടുത്ത ഗ്രന്ഥമാണിത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. സത്യം പരം ധീമഹിൽ തുടങ്ങി സത്യം പരം ധീമഹിൽ സമാപിക്കുന്ന സത്യസ്വരൂപൻ്റെ സമഗ്ര ചരിത്രമാണ് ഇതിലുള്ളത്. സത്യം വ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. കലികാലക്കെടുതികളാൽ പാപപങ്കുലമായ മനസ്സിനെ പരമാത്മഭക്തിയിലേക്ക് നയിച്ച് ശാന്തി നൽകുന്ന ആ പുണ്യഗ്രന്ഥമാണ് ഭാഗവതം. പഠന ശ്രവണ മനനാദികൾ കൊണ്ട് മുക്തിയിലടുപ്പിക്കുന്ന മുക്തിഗ്രന്ഥം. പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠ ഫലദായകം. ജന്മാന്തര സുഹൃതം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്ന മഹദ്ഗ്രന്ഥം. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ആമൂലാഗ്രം രസം ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു. രസം എന്ന് പറഞ്ഞാൽ രസോ വൈ സഹ എന്ന് നാട്യാചാര്യനായ ഭരതമുനി പറഞ്ഞു. രസം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഏത്? പരമമായ രസം, പരമമായ ആനന്ദം, പരമമായ അമൃത്, അതായത് പരമമായ പരബ്രഹ്മം. ഭഗവത് ശരീരം തന്നെയാണ് ഈ ദിവ്യഗ്രന്ഥം. അങ്ങ് പോയി കഴിഞ്ഞാൽ കലികാലക്കെടുതികളിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ രക്ഷിക്കും എന്നുള്ള ഉദ്ധവൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാൻ ആഭരണങ്ങളോടെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പ്രവേശിച്ചു. ഇതിലെ ഓരോ സ്കന്ധവും ഭഗവാന്റെ
ഓരോ അവയവമാണ്. പ്രഥമ സ്കന്ധം പാദപത്മങ്ങൾ, ദ്വിതീയ സ്കന്ധം മുട്ടുകാലുകൾ, തൃതീയ സ്കന്ധം തുടകൾ, ചതുർത്ഥ സ്കന്ധം കടിപ്രദേശം, പഞ്ചമസ്കന്ധം നാഭി, ഷഷ്ഠസ്കന്ധം ഹൃദയം, സപ്തമസ്കന്ധം വക്ഷസ്ഥലം, അഷ്ടമസ്കന്ധം കണ്ഠം, നവമം തോളുകൾ, ദശമം മുഖം, ഏകാദശം ശിരസ്, ദ്വാദശം ബ്രഹ്മരന്ധ്രം. തക്ഷക വിഷജ്വാലയിൽ നിന്ന് പരീക്ഷത്തിനെ രക്ഷിച്ച ആ ശ്രീമദ് ഭാഗവതം പിന്നീട് എത്രയോ ജീവരാശികളെ മരണമാകുന്ന ശാപത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഭാഗവതം അമൃതരസമാണ്. തരതി ശോകം ആത്മവിത് ബ്രഹ്മവിത് ആപ്നോതി ശം വിദ്യ അമൃതമശ്നുതേ തുടങ്ങിയ വേദമന്ത്രങ്ങൾ പ്രഖ്യാപിക്കുന്ന ദിവ്യമായ ബ്രഹ്മജ്ഞാനമാണ് ഈ ഗ്രന്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ലഭിക്കുന്നത് പിബത ഭാഗവതം രസമാലയം എന്നാണ്. അമൃതസ്വരൂപമായ രസം പാനം ചെയ്യൂ. നിർവികൽപ്പ ബ്രഹ്മബോധമാണ് ഈ ഗ്രന്ഥം നമുക്ക് നൽകുന്നത്. ഭാഗവതം ഭഗവാൻ ശ്രീനാരായണൻ തന്നെ ബ്രഹ്മദേവൻ ശ്രീനാരദനും, ശ്രീനാരദൻ ചതുശ്ലോകി ഭാഗവതമായി വേദവ്യാസനും ഉപദേശിച്ചതാണ്. വേദവ്യാസൻ അതിനെ 18,000 ഗ്രന്ഥങ്ങളായി വിപുലീകരിച്ചു. ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ 32 അക്ഷരമുള്ള ഒരു ശ്ലോകത്തെ ഗ്രന്ഥമെന്ന് പറയും. അതുകൊണ്ടാണ് 18,000 ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത്. ശീശുകൻ ഗംഗാതീരത്ത് വെച്ച് പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചു. ആ സദസ്സിലിരുന്ന ഉഗ്രശ്രവസ് എന്ന സൂതൻ അത് ഹൃദിസ്ഥമാക്കുകയും പിന്നീട് ആ ഉഗ്രശ്രവസ്സിലൂടെ കലികാല മനുഷ്യന് ഭാഗവതം ലഭിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഭാഗവതത്തിൻ്റെ മഹത്വം. ഇനി ഭാഗവത മാഹാത്മ്യത്തിലേക്ക്, അതായത് ഗ്രന്ഥത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഭാഗവത വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്രീ പത്മപുരാണത്തിലും സ്കാന്ദപുരാണത്തിലുമാണ് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം വർണ്ണിച്ചിട്ടുള്ളത്. പത്മപുരാണത്തിൽ ഉത്തരഖണ്ഡത്തിൽ 193 മുതൽ 6 അധ്യായങ്ങളിലായിട്ടാണ് ശ്രീമദ് ഭാഗവതം വർണ്ണിച്ചിട്ടുള്ളത്. ഇതാണ് ശിഷ്ടാചാരമായി നാം സ്വീകരിച്ചിട്ടുള്ളത്. 2 കഥകളിലൂടെയാണ് പത്മപുരാണത്തിൽ ഭാഗവത മഹത്വം വർണ്ണിച്ചിട്ടുള്ളത്. കലികാലത്തിൽ നാരദമുനി ആ ദൈവത്തിൻ്റെ നാടായ ഭാരതം ഒന്ന് ചുറ്റിക്കാണാനിറങ്ങി. മഹർഷി അന്തം വിട്ടുപോയി. അധർമ്മവും അനാചാരവും അക്രമവും കൊലയും എല്ലാം ഈ നാട്ടിൽ വ്യാപിച്ചിരിക്കുന്നു. വളരെ ഭയാവഹമായ കാഴ്ചകൾ. സത്യധർമ്മങ്ങൾ പാടെ നശിച്ചിരിക്കുന്നു. സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ഭരിണോ ലോക വരാഗൂഢഭാഷിണാം. ഇത് കണ്ട് നാരദ മഹർഷിക്ക് മനസ്സിലായി, നാപശ്യം കുത്രജധർമ്മ, ധർമ്മം എന്നുള്ളത് കലികാലത്ത് ഭാരതഭൂമിയിൽ കാണാനില്ല എന്ന്. ആശ്രമങ്ങളും തീർത്ഥങ്ങളും
ക്ഷേത്രങ്ങളും എല്ലാം പാഖണ്ഡന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ഏതായാലും ശ്രീകൃഷ്ണൻ്റെ കേളീസ്ഥലമായ വൃന്ദാവനം ഒന്ന് ദർശിച്ച് കളയാമെന്ന് തന്നെ മഹർഷി തീരുമാനിച്ചു. അങ്ങനെ വൃന്ദാവനത്തിലെത്തി. അവിടെ സുന്ദരിയായ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നു. അവരുടെ അടുത്ത് 2 വൃദ്ധന്മാർ കിടക്കുന്നു. ഈ സ്ത്രീ അവരെ വീശുകയും ഓരോന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരു ഫലവുമില്ല. നാരദ മഹർഷിയെ കണ്ട ഉടൻ തന്നെ ആ സ്ത്രീ ചാടി എണീറ്റ് പറഞ്ഞു, മഹർഷേ, അങ്ങെങ്ങും പോകരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞാൻ ഭക്തിയാണ്. എൻ്റെ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങളാണ് ഈ 2 വശത്തും കിടക്കുന്നത്. ഞാൻ ദ്രാവിഡത്തിൽ ജനിച്ചു, വടക്കോട്ട് യാത്രയായി, കർണാടകത്തിലും ഗുജറാത്തിലും വന്ന് അത്യന്തം നാശോന്മുഖയായി. പക്ഷെ വൃന്ദാവനത്തിൽ വന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് എൻ്റെ താരുണ്യം തിരിച്ചു കിട്ടി. പക്ഷേ എൻ്റെ മക്കൾ മഹർഷേ, അവരിതാ ഈ ദയനീയ വൃദ്ധാവസ്ഥയിൽ ഇവിടെ പതിച്ചു കിടക്കുന്നു. അങ്ങ് എങ്ങനെയെങ്കിലും അവരെ ഉദ്ധരിക്കണമേ. നാരദ മഹർഷി പറഞ്ഞു, ഞാൻ ശ്രമിച്ചു നോക്കാം. എന്നിട്ട് നാരദ മഹർഷി അവരുടെ ചെവികളിൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത ഇവയെല്ലാം ചൊല്ലിക്കൊടുത്തു. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. നാരദ മഹർഷി നിരാശനായി. ആ സമയത്ത് ഒരു അശരീരി കേട്ടു. നാരദ മഹർഷിയെ വിഷമിക്കേണ്ട, സത്കർമ്മം ചെയ്യൂ. സത്കർമ്മം കൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങൾ രക്ഷപ്പെടും. പക്ഷേ സത്കർമ്മം എന്താണെന്ന് മഹർഷിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പല സന്യാസികളോടും ഓടി നടന്ന് സത്കർമ്മം എന്തെന്ന് അന്വേഷിച്ചു. അവർക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. നിരാശനായ നാരദ മഹർഷി ആ സത്കർമ്മം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി, തപസ്സിരിക്കാൻ വേണ്ടി ബദരീവനത്തിലേക്ക് പോയി. അപ്പോൾ കാണാം ആ സനകാദികൾ പ്രകാശവാന്മാരായി അവിടെ ഇരിക്കുന്നു. മഹർഷി അവരോട് ചോദിച്ചു, എന്താണ് സത്കർമ്മം? അവർ പറഞ്ഞു, മഹർഷേ, ശ്രീമദ് ഭാഗവത സപ്താഹമാണ് സത്കർമ്മം. അങ്ങ് ആ സപ്താഹ കർമ്മം ചെയ്താൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉദ്ധരിക്കപ്പെടും. സനകാദികൾ ഗംഗാദ്വാരത്തിന് സമീപമുള്ള ഹരിദ്വാരത്തിൽ സപ്താഹം ചെയ്യാൻ ഉപദേശിച്ചു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി. അങ്ങനെ സപ്താഹം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഭൃഗു, വസിഷ്ഠൻ, ച്യവനൻ, പരശുരാമൻ, ദേവലൻ തുടങ്ങിയ എല്ലാ ഋഷിമാരും അവിടെ വന്നെത്തി. ഗംഗാദി നദികളെല്ലാം രൂപം ധരിച്ചു വന്നു. എല്ലാ പുരാണങ്ങളും രൂപമെടുത്ത് അവിടെ വന്നെത്തി. അങ്ങനെ ആ സപ്താഹം സമാരംഭിക്കാറായ ആ സമയത്ത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് പരിപൂർണമായ ഉത്തേജനം കിട്ടി. വൃന്ദാവനം ഭക്തിയുടെ നാടാണല്ലോ. ജ്ഞാനവൈരാഗ്യങ്ങൾക്കേ അവിടെ ക്ഷീണം സംഭവിച്ചുള്ളൂ. ഇപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സർവാഭരണ വിഭൂഷിതരായി സന്തോഷത്തോടു കൂടി അവിടെ വന്നെത്തി. അങ്ങനെ അവർ നാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് വന്നത്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദേതി നാമാനി മുഹുർവദന്തി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്നുള്ള നാമങ്ങൾ
ജപിച്ചുകൊണ്ടാണ് അവരവിടെ വന്നത്. അവർ സനകാദികളോട് ചോദിച്ചു, ഞങ്ങൾക്കുള്ള ഇരിപ്പിടം ഏതാണ്, ഞങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത്? സനകാദികൾ പറഞ്ഞു, നിങ്ങൾ 3 പേരും ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഭക്തഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചു. ഇതാണ് ആദ്യത്തെ കഥ. സപ്താഹത്തിന് ഒരുക്കമായപ്പോഴേ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ആ ഉയർച്ച ഉണ്ടാവുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും മനുഷ്യ മനസ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളാണ് ഭാഗവതത്തിൽ ഉടനീളം വർണ്ണിച്ചിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ കഥ. ഇനി നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് കടക്കാം. പണ്ട് തുംഗഭദ്ര നദീതീരത്ത് ആത്മദേവൻ എന്ന വളരെ പരിശുദ്ധനും ധനവാനും ജ്ഞാനവാനുമായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. പുത്രദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അദ്ദേഹം ഒരു ദിവസം കാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചു. ദാഹിച്ച് വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ ദിവ്യനായ ഒരു സന്യാസിയെ കണ്ടു. സന്യാസിയോട് തൻ്റെ ദുഃഖങ്ങൾ എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുത്രനെ കൂടിയേ കഴിയൂ, അങ്ങ് എങ്ങനെയെങ്കിലും എനിക്കൊരു പുത്രനെ തരണം. സന്യാസി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലലാടരേഖ നോക്കി ലലാടരേഖ നോക്കിയിട്ട് സന്യാസി പറഞ്ഞു, നിങ്ങൾക്ക് 7 ജന്മം പുത്രന്മാരുണ്ടാവില്ല. ആത്മദേവൻ പറഞ്ഞു, അത് പറ്റില്ല സന്യാസി വരിക, അങ്ങ് ദിവ്യനാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സന്താനത്തെ തരണം. അങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ സന്യാസി വര്യൻ ഒരു ഫലം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഫലം നിങ്ങളുടെ പത്നിക്ക് കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഈ ഫലവും കഴിച്ച് 1 വർഷം വ്രതനിഷ്ഠയോടെ ഇരിക്കാൻ അവരോട് പറയൂ, സത്സന്താനം ഉണ്ടാകും. അങ്ങനെ ആത്മദേവൻ സന്തുഷ്ടനായി ആ ഫലവും എടുത്ത് തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് പോയി. അവർ വളരെ ദുഷ്ടയായ ഒരു സ്ത്രീയായിരുന്നു. യാതൊരു ആത്മബോധവും ഇല്ലാത്ത ഒരു ഭാര്യയാണ് ആത്മദേവന് കിട്ടിയത്. അവരാലോചിച്ചു, ഈ ഫലം കഴിച്ചാൽ ഞാൻ ഗർഭിണിയാവും, വയറ് വീർക്കും, ആഹാരം നേരെ കഴിക്കാൻ പറ്റില്ല, റോഡിലൂടെ നടക്കാൻ പറ്റില്ല, പിന്നെ പ്രസവ സമയത്ത് ഭർത്തൃ സഹോദരി വന്ന് വീട്ടിലെ ധനമെല്ലാം അപഹരിച്ച് കൊണ്ടുപോകും. ഈ കാര്യങ്ങൾ അവരുടെ അനുജത്തിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി അല്പം പോലും വിഷമിക്കേണ്ട, ഞാൻ ഗർഭിണിയാണ്, എൻ്റെ കുഞ്ഞിനെ ചേച്ചിക്ക് തരാം, എൻ്റെ ഭർത്താവിന് ചേച്ചി കുറച്ച് പണം കൊടുത്താൽ മതി. അങ്ങനെ കരാർ ഒപ്പിച്ചു. അനുജത്തി പ്രസവിച്ച് കുഞ്ഞിനെയും കൊണ്ടുവന്ന് അവർ തന്നെ പാലൂട്ടി വളർത്തി. ഒരു 10 മാസം വരെ താൻ ഗർഭിണിയാണെന്ന് ധുന്ദുളി അഭിനയിച്ചു. പാവം ആത്മദേവൻ ഇതൊന്നും അറിഞ്ഞില്ല. പുത്രനുണ്ടായ സന്തോഷത്തിൽ അദ്ദേഹം എല്ലാ സംസ്കാരങ്ങളും ചെയ്തു, ധാരാളം ദാനം ചെയ്ത് സന്തുഷ്ടനായിരുന്നു. ഈ ധുന്ദുളി ഫലം വീട്ടിൽ വളർത്തുന്ന പശുവിന് കൊടുത്തു. ആ പശു വളരെ സുന്ദരനായ ഒരു കുഞ്ഞിനെയാണ് പ്രസവിച്ചത്. ചെവി മാത്രം പശുവിൻ്റെ ചെവി പോലെയായിരുന്നു. ആ കുട്ടിക്ക് ആത്മദേവൻ ഗോകർണൻ എന്ന് പേരിട്ടു. ധുന്ദുളി നിർബന്ധം പിടിച്ചു, എൻ്റെ മകൻ്റെ പേരും എൻ്റെ പേര് പോലെ തന്നെ ആകണമെന്ന്. അങ്ങനെ
ആ കുഞ്ഞിന് ധുന്തുകാരി എന്ന് പേരിട്ടു. വളർന്നു വരുംതോറും ധുന്തുകാരി വളരെ ദുഷ്ടനായി വളർന്നു. കുഞ്ഞുങ്ങളെ എടുത്ത് കിണറ്റിടുക, മൃഗങ്ങളെ കൊല്ലുക, അങ്ങനെ എല്ലാ ദുഷ്ടത്തരങ്ങളും ദുരാചാരങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ആത്മദേവൻ ഒരുപാട് ഉപദേശിച്ചെങ്കിലും ഒരു പ്രയോജനമുണ്ടായില്ല. വളർന്നു വരുംതോറും അയാളുടെ ദുരാചാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഗോകർണനാകട്ടെ പരമജ്ഞാനിയും സത്സ്വഭാവിയുമായി വളർന്നു. വളർന്നു വലുതായപ്പോൾ ആ മകന് ധുന്തുകാരിക്ക് വേശ്യകളോടുമായുള്ള സമ്പർക്കമുണ്ടായി. അങ്ങനെ സമ്പർക്കമുണ്ടായി വീട്ടിലെ ധനം മുഴുവൻ നശിച്ചു. ധനവാനായിരുന്നു ആത്മദേവൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധനം മുഴുവൻ ഇല്ലാതെയായി. പിന്നെ ധുന്തുകാരി അച്ഛനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ജ്ഞാനിയായ ഗോകർണൻ അച്ഛനെ ഉപദേശിച്ചു, അച്ഛാ, പുത്രനെന്നുള്ള ആ മമതാബന്ധം വെടിഞ്ഞ് അങ്ങ് ഭഗവത് സ്മരണയോടെ കാട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. പുത്രൻ്റെ ഉപദേശം ശ്രവിച്ച് ആത്മദേവൻ ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധവും എടുത്ത് കാട്ടിലേക്ക് പോയി. അത് വായിച്ച് അദ്ദേഹം വൈകുണ്ഠപദം പ്രാപിച്ചു. ധുന്തുകാരി അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അമ്മ കരുതി പുത്രൻ്റെ കയ്യിലുള്ള മരണത്തേക്കാൾ ആത്മഹത്യയാണ് നല്ലത് എന്ന് കരുതി ഒരു ദിവസം കിണറ്റിൽ ചാടി മരിച്ചു. ഇപ്പോൾ ധുന്തുകാരി സർവതന്ത്ര സ്വതന്ത്രനായി. 5 വേശ്യകളെ കൊണ്ട് വീട്ടിൽ താമസിപ്പിച്ചു. ഈ 5 വേശ്യകൾ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ആ 5 ശ്രോത്രം, ത്വക്, ശ്രവണം, നാസിക തുടങ്ങിയവയുടെ ആഗ്രഹങ്ങളാണ്. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദികൾ. ശങ്കര ഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ പറയും, ശബ്ദാദിഭി പഞ്ചഭിരഞ്ച പഞ്ച പഞ്ചത്വമാപോ സ്വഗുണേന ബദ്ധ കുരംഗമാതംഗ പതംഗമീന ഭൃംഗാനര പഞ്ചഭിരഞ്ചിതക്കിം. കുരംഗ, മാതംഗ, പതംഗ, മീന, ഭൃംഗ. കുരംഗം മാനാണ്. മാനിനെ ഗ്രാമ്യഗീതം കേൾപ്പിച്ചാണ് വേടൻ വലയിൽ വീഴ്ത്തുന്നത്. ആനയാണെങ്കിൽ പിടിയാനയെ കാണിച്ച്. ഈയാമ്പാറ്റ ആ വിളക്കിലേക്ക് നോക്കി ജനിച്ച ഉടൻ തന്നെ തൻ്റെ ജീവൻ കളയുന്നു. ഒരരയെ കാണിച്ചാൽ മതി, മീന് അതിൽ പിടിച്ച് അതിൻ്റെ സർവനാശം വരുത്തുന്നു. തേനീച്ച എങ്ങ് നടന്ന് എല്ലാ പൂക്കളിൽ നിന്നും തേൻ ശേഖരിച്ച് വലിയ കൂടുണ്ടാക്കി അതിൽ നിറയ്ക്കും. കൂട് നിറയുമ്പോഴേക്ക് ആ വേടൻ വന്ന് സുഗന്ധം പതിപ്പിച്ചിട്ട് ആ തേനീച്ചകളെ മുഴുവൻ കൊന്ന് തേൻ സ്വന്തമാക്കും. അതുപോലെ ഈ 5 വേശ്യകൾക്കും പണവും ആഭരണവും ധാരാളം വേണം. കട്ടും മോഷ്ടിച്ചുമാണ് ധുന്തുകാരി ആഭരണങ്ങളും പണവും കൊടുത്തത്. ഒരിക്കൽ ധാരാളം ആഭരണങ്ങളും പണവും പട്ടുസാരികളും അയാൾ എവിടെ നിന്നൊക്കെയോ മോഷ്ടിച്ചുകൊണ്ട് വന്നു. വേശ്യകൾ അതെല്ലാം സ്വീകരിച്ചു. പക്ഷെ രാത്രിയിൽ ധുന്തുകാരി ഉറങ്ങിയപ്പോൾ അവർ കൂടി ആലോചിച്ചു, ഇതെവിടെ നിന്നൊക്കെയോ മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ്. രാവിലെ രാജകിങ്കരന്മാർ വരും, ഇയാളെ പിടിക്കും, കൂട്ടത്തിൽ നമ്മളും കുടുങ്ങും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇയാളെ കൊല്ലണം എന്ന് കരുതി കയറ് കെട്ടി അവർ 4 പാടും നിന്ന് അയാളുടെ കഴുത്തിൽ കയറ് കെട്ടി വലിച്ചു. പക്ഷെ പാപിയായ ധുന്തുകാരി മരിച്ചില്ല. അവസാനം ഇവർ തീയിൽ കിടന്ന ആ തീ കൊള്ളികളെടുത്ത്
അയാളുടെ വായിൽ കുത്തി നിറച്ച് തീക്കനലുകൾ കുത്തി നിറച്ച് ധുന്തുകാരിയെ കൊന്നു. ഗോകർണൻ തീർത്ഥാടനത്തിന് പോയിരുന്നു. ജന്മഭൂമി തിരിച്ചു വിളിക്കുന്നെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ വന്ന് കിടന്നു. രാത്രി മുഴുവൻ പോത്തിൻ്റെ, ആടിൻ്റെ, ആനയുടെ പല രൂപത്തിൽ ഒരു പ്രേതം വന്ന് അയാളുടെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. പ്രേതത്തിന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ധുന്തുകാരിയുടെ പ്രേതമായിരുന്നു അത്. ആ ഗോകർണൻ ആ തീർത്ഥജലം തളിച്ചപ്പോൾ പ്രേതം സംസാരിച്ചു തുടങ്ങി. ഗോകർണ, നിന്റെ ജ്യേഷ്ഠനാണ് ഞാൻ. ദുഷ്ടജീവിതവും അതിദുഷ്ടമായ മരണവും നിമിത്തം ഞാൻ പ്രേതമായി തീർന്നിരിക്കുന്നു. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. അപ്പോൾ ഗോകർണൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഗയാശ്രാദ്ധം ചെയ്തല്ലോ. അനിയ, ഗയാശ്രാദ്ധം കൊണ്ടൊന്നും ഈ മഹാപാപിയായ ഞാൻ രക്ഷപ്പെടില്ല. അത്ര പാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നീ മറ്റെന്തെങ്കിലും ചെയ്യും. ഗോകർണൻ അടുത്ത ദിവസം സൂര്യനെ തടഞ്ഞു നിർത്തി പ്രേതത്തെ രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സൂര്യഭഗവാൻ പറഞ്ഞു, ശ്രീമദ് ഭാഗവതാൻ മുക്തി സപ്താഹേ വാചനം ഗുരു. ശ്രീമദ് ഭാഗവത സപ്താഹമാണ് പ്രേതത്തിൻ്റെ മുക്തിക്കുള്ള ഉപായം. അങ്ങനെ ഗോകർണൻ ഭാഗവത സപ്താഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു. ദേശവിദേശത്ത് നിന്ന് ധാരാളം മഹാന്മാർ സപ്താഹം കേൾക്കാൻ വേണ്ടി വന്നു. സപ്താഹവേദിയിൽ ധുന്തുകാരിയാകട്ടെ 7 മുട്ടുള്ള ഒരു മുളയുടെ അടിയിൽ കയറിയിരുന്നു. സപ്താഹം ആരംഭിച്ചു. 1-ാം ദിവസം കഴിഞ്ഞപ്പോൾ 1-ാമത്തെ മുട്ട് പൊട്ടി. 2-ാം ദിവസം കഴിഞ്ഞപ്പോൾ 2-ാമത്തെ മുട്ട്. അങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോൾ 7 മുട്ടും പൊട്ടി ധുന്തുകാരി വെളിയിൽ വന്നു. വെളിയിൽ വന്നത് പുതിയ രൂപത്തിലായിരുന്നു. പീതാംബരമുടുത്ത് ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച് ആ ഭഗവാന്റെ സ്വരൂപത്തോടെയാണ് ധുന്തുകാരി വെളിയിൽ വന്നത്. ഇത് കണ്ട് എല്ലാവർക്കും ആശ്ചര്യമായി. പുറകെ വന്നു ഭഗവാന്റെ വിമാനവും ഭഗവാന്റെ ഭക്തന്മാരും. അവരെല്ലാം ചേർന്ന് ധുന്തുകാരിയെ വളരെ ആദരിച്ച് സ്നേഹപൂർവ്വം രഥത്തിൽ കയറ്റി, വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഗോകർണൻ ചോദിച്ചു, എന്താണ് ധുന്തുകാരിയെ മാത്രം കൊണ്ടുപോകുന്നത്? ഇവിടെ ഇരുന്ന് എല്ലാവരും ഭാഗവത 7 ദിവസവും കേട്ടവരാണല്ലോ, എന്താണ് അവരെ കൊണ്ടുപോകാത്തത്? അപ്പോൾ വിഷ്ണു പാർഷദന്മാർ പറഞ്ഞു, ധുന്തുകാരി ഉപവസിച്ചാണ് സപ്താഹം കേട്ടത്. മാത്രമല്ല അദ്ദേഹം മനനവും ചെയ്തു. ഇവിടെ ഇരുന്ന മറ്റുള്ളവർ ഒരുപക്ഷെ അത് ചെയ്തിരിക്കില്ല. ഇനിയൊരു സപ്താഹം നടത്തൂ, എല്ലാവരെയും വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഗോകർണൻ ശ്രാവണ മാസത്തിൽ 2-ാമതൊരു സപ്താഹം നടത്തി. ഈ സപ്താഹ മഹിമയറിഞ്ഞ് അനേകം ആളുകൾ വന്നെത്തി. സപ്താഹം തീർന്നപ്പോൾ ഭഗവാൻ തന്നെ തൻ്റെ പാഞ്ചജന്യം മുഴക്കി വിഷ്ണു പാർഷദന്മാരോടൊപ്പം വിമാനത്തിൽ അവിടെ വന്നെത്തി. എല്ലാവർക്കും തൻ്റെ രൂപം കൊടുത്തു. ആ സപ്താഹം കേട്ട എല്ലാവരും കിരീടകുണ്ടലങ്ങൾ അണിഞ്ഞ് പീതാംബരധാരികളായി ഹരിരൂപികളായി ഗോകർണനെ ആലിംഗനം ചെയ്ത് വിമാനത്തിൽ കയറി. ഗോകർണന് ഭഗവാൻ ഗോലോകം കൊടുത്തു. അനേക വർഷം തപസ് ചെയ്തതിനേക്കാട്ടിലും ഈശ്വരപ്രാപ്തി പെട്ടെന്ന് ലഭ്യമാകുന്നു
ഏകാഗ്രമായ, ആ വാക്ക് അടിവരയിടണം, ഏകാഗ്രമായ ശ്രവണ മനനദികൾ ചെയ്യുന്നതുകൊണ്ട് സപ്താഹത്തിൽ. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠേത് ഭാഗവതം ചയാ നിത്യം പുണ്യമവാപ്നോതി രാജസൂയ അശ്വമേധയോ. ദിവസവും ഭക്തജനങ്ങളെ ശ്ലോകാർത്ഥം, ഒന്നുകിൽ ഒരു ശ്ലോകം, പറ്റുമെങ്കിൽ ഒരധ്യായം, അതല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ ഒരു ശ്ലോകം. അടുക്കളപ്പണികളിൽ അതിന് സമയം കിട്ടിയില്ലെങ്കിൽ ഒരു ശ്ലോകത്തിൻ്റെ പകുതി, അത് ഇന്ന് ജപിച്ചു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ജപിച്ചു, അങ്ങനെയല്ല. ഭക്തി കാര്യങ്ങളിൽ നൈരന്തര്യം വേണം. നിരന്തരമായി ഭാഗവതത്തിൻ്റെ ഒരു ശ്ലോകം പാരായണം ചെയ്യും, അല്ലെങ്കിൽ കാണാതെ പഠിച്ച് ഉരുവിടും. തീർച്ചയായിട്ടും ജീവിതാന്ത്യത്തിൽ മോക്ഷം കിട്ടും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഇതൊക്കെയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹത്വം. പുരാണങ്ങൾ വെച്ച് സർവശ്രേഷ്ഠമായ ശ്രീമദ് ഭാഗവതം, സാക്ഷാത് ഭഗവാൻ തന്നെ കുടിയിരിക്കുന്ന ശ്രീമദ് ഭാഗവതം, ഇതിലും പുണ്യതരമായ മറ്റൊരു ഗ്രന്ഥം നമുക്ക് ലഭിക്കാനില്ല. ഭാഗവതം മുഴുവൻ വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ദശമസ്കന്ധം, ഭഗവാന്റെ ജനനം മുതൽ 125 വർഷം ഭഗവാൻ ആറാടിയ ലീലകളാണ് ദശമസ്കന്ധത്തിൽ. ആ സ്കന്ധം മാത്രം വായിച്ച് മനനം ചെയ്താൽ പോലും നമുക്ക് മുക്തി ലഭിക്കും എന്നുള്ളതിന് പത്മപുരാണം സാക്ഷി. അതുകൊണ്ട് ഭക്തജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഭാഗവതം വായിക്കാനും മനനം ചെയ്യാനും പഠിക്കാനും അർത്ഥത്തോടെ അറിയാനുമുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു ചാനലിലേക്ക് എന്നെ വിളിച്ച എൻ്റെ ശിഷ്യനായ പ്രജീഷിനും ബാക്കി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിതാ ഭഗവത് സ്മരണയിൽ എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.